രാവിലെ പുറപ്പെട്ടത് കൊണ്ടിട്ട് രാത്രിയായപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു. അതുകൂടാതെ ശക്തമായ കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 12 മണിയായപ്പോൾ അന്ന് കിടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 ടെൻ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ തനിച്ചായിരുന്നു. അപ്പുറത്തെ ടെൻറ്റിൽ അനീതും ജൂഡുമായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി. ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി ടെൻറ്റ് ഇങ്ങനെ വല്ലാണ്ട് കുലുങ്ങണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ എന്തോ നടക്കണ പോലെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഭയം വല്ലാതെ എനിക്ക് ഫീലായി. അനീതിനെ വിളിച്ചു നോക്കി ഫോണിൽ. അപ്പോൾ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടിട്ട് കിട്ടണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒരു രക്ഷയില്ല, നമ്മളറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പുതപ്പൊക്കെ എടുത്തിട്ട് പുതച്ച് എപ്പോഴോ കിടന്നുറങ്ങി. 5:30 മണിക്ക് എണീക്കണമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അവിടുത്തെ കോടയെല്ലാം കാണാം എന്നാണ് കരുതിയത്. പക്ഷേ ലേറ്റായി ഉറങ്ങി പോന്നിട്ട് ഒരു 6:30 എണീറ്റത്. ഗ്ലാസ് ഡോറാണ് ടെൻറ്റിന്. ഞാൻ നോക്കിയപ്പോൾ ഓടാമ്പൽ വിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ശരിക്കും അത് പൂട്ടിയതാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. 7 മണിയായപ്പോൾ കുക്ക് കൊണ്ടുവന്നിട്ട് നല്ല ഏലക്കൊക്കെ ഇട്ട ചായ, കട്ടനായിരുന്നു, അതൊക്കെ കൊണ്ടുവന്നു. അയാളാണ് പറഞ്ഞത് ഇന്നലെ രാത്രി ഭയങ്കര കുരങ്ങന്മാരെ ശല്യമായിരുന്നു. അപ്പോൾ ഈ കുരങ്ങന്മാരാണ് ഇതിൻ്റെ പക്കത്ത് കിടന്ന് ചാടി തുള്ളിയത്. ഞാൻ വിചാരിച്ച് പല പുലിയ എന്തെങ്കിലും വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇത് കാടിൻ്റെ നടുക്കൊക്കെ തന്നെയാണ്. വേണമെങ്കിൽ പുലിയൊക്കെ വരാം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കുറേ പേടിച്ച് എന്നുള്ളതായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങൾ ഇന്ന് ഒരു 6:30 എണീറ്റ് ഞാൻ പോയി അവരെല്ലാവരും വിളിച്ച് എണീപ്പിച്ച് കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്ന്. ഇന്ന് തണുപ്പുണ്ടായിരുന്നു, പക്ഷേ മിസ്റ്റ് ഇത്തിരി കുറവായിരുന്നു. ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പോണെയാണ്. 10:30 ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാന്തല്ലൂർ ഈ നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിൽ ഭയങ്കര തണുപ്പായിരിക്കും. നല്ല കോട ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കാശ്മീർ എന്നാണ് ഇതറിയപ്പെടണത്. വെളുത്തുള്ളി, ക്യാരറ്റ് ഇതെല്ലാമാണ് ഇവിടെ കൃഷി ചെയ്യണത്. നമുക്ക് പോകുമ്പോൾ കുറച്ച് വാങ്ങിക്കൊണ്ട് പോകണം. പിന്നെ അതുകൂടാതെ ഇവിടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ കോവിൽക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ഭ്രമരത്തിൽ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ കൂടി ഞങ്ങൾ പോകും. അനീതിൻ്റെ താറിൽ പോകാമെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം. 8:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കണതിൻ്റെ നേരെ പൊക്കത്ത് തന്നെയായിരുന്നു കിച്ചൺ. അപ്പോൾ ഇത് വലിയ 5 സ്റ്റാർ ഹോട്ടൽ പോലെയല്ലല്ലോ, കാടിൻ്റെ ഉള്ളിൽ ഇത്ര സൗകര്യമൊക്കെ ഉള്ളു. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ പോയിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു, ചട്നി, സാമ്പാർ, അതുകൂടാതെ ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല ചിക്കൻ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. പുള്ളി അത് കാലത്ത് ചൂടാക്കിയൊക്കെ തന്ന്. ഇഡ്ഡലി നല്ല ടേസ്റ്റുള്ളായിരുന്നു. ഞാനിരിക്കുന്ന 5-6 ഇഡ്ഡലി കഴിച്ച്. പിന്നെ ഒരു ചപ്പാത്തിയും കുറച്ച് ഗ്രേവിയും കഴിച്ചായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ്റെ ഫുഡ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ മേലയിലേക്ക് കുറേ ഹട്ട് ഇട്ടിട്ടുണ്ട് അവർ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നുകൊണ്ടിട്ട് ഇതൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും മേലെയിട്ടൊക്കെ പോയി. അതിനുശേഷം തിരിച്ച് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മുളയും പുല്ലും കൊണ്ട് കെട്ടിയ ഒരു ഹട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ കൊടുക്കണില്ല, അതിപ്പോൾ ദ്രവിച്ചൊക്കെ തുടങ്ങി. അതിൽ നമുക്ക് ഏണി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കയറി എൻ്റെ അമ്മോ, ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയറിയിട്ട് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ചെറിയ മരങ്ങൾ വെച്ചിട്ട്, അതുകൂടാതെ ഇവിടെ കിട്ടുന്ന ഒരു പുല്ലുണ്ട്, ഈ പുല്ല് വെച്ചിട്ട് ഇതിങ്ങനെ മേഞ്ഞേക്കണതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അവർ റെൻറ്റിന് കൊടുക്കല്ലെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു വെറുതെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ടേക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് കൊള്ളാട്ടോ. എന്തായാലും ഇവിടെ വന്നിരുന്ന് ഭയങ്കര അടിപൊളി സാധനമാണ്. ഞാനിപ്പോൾ നിൽക്കണതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു വനമാണിത്. അപ്പോൾ ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ കുരങ്ങന്മാരൊക്കെ വന്നുണ്ട്. പിന്നെ അതുകൂടാതെ സ്കൈ ആണെങ്കിൽ നല്ല വൈറ്റും ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ള ഭയങ്കര ഒരു ഫീലാണ് നമുക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാതെ നിങ്ങൾ ഈ ലോകം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ യാത്രയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമ്മളൊരു 10:30 ആയപ്പോൾ റെഡിയായിട്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. അപ്പം മറയൂർക്ക് പോകുന്ന വഴി ഞങ്ങൾ പിന്നെ കോവിൽക്കടവ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചെറിയൊരു സിറ്റിയാണ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഈ പൊക്കത്തുനിന്നൊക്കെ വന്നിട്ട് സംഭവങ്ങളൊക്കെ വാങ്ങണത് അവിടെ നിന്നാണ്. ഞങ്ങൾ ഇന്നലെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കനൊക്കെ മേടിച്ചത് അവിടെ നിന്നാണ്. അവർ തന്നെ അതൊക്കെ മസാലയൊക്കെ റെഡിയാക്കി തന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്കറിയാൻ പറ്റി റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പൊക്കത്തുനിന്ന് വലിയൊരു പാറ അവിടെ നിന്ന് വെള്ളച്ചാട്ടമുണ്ട്. അതൊരു 1.5 കിലോമീറ്ററോളം ഒരു സിമെൻ്റ് ഇട്ട ഒരു നാരോ റോഡാണ്.
2 വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റാണ്. പക്ഷേ ഇപ്പോൾ ആ റോഡ് കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോണ വഴിയെല്ലാം അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ കാണാം, പാറ കൂട്ടങ്ങൾ കാണാം. അപ്പോൾ ഇപ്പോൾ മഴക്കാലം അല്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് വെള്ളം കുറവാണ്. പക്ഷേ മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിറയെ വെള്ളമായിരിക്കും, ഭയങ്കര ഭംഗിയായിരിക്കും. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ശനിയും ഞായറും നല്ല തിരക്കുണ്ടാവും. എന്തായാലും പോയ സ്ഥിതിക്ക് ഞങ്ങൾ അവിടെയൊക്കെ അത് കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് കോവിൽക്കടവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല മനോഹരമായ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്ന അരുവിയുടെ കുറേ പടമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും മറയൂർക്ക് യാത്ര തിരിച്ച്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി അവിടെ ഓഫ് റോഡാണല്ലോ. നമ്മൾ വന്നപ്പോഴും ടോപ്പിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചും അതേപോലെ തന്നെ പോകാണ്ട് വേറെ വഴിയില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രസമാണ് അങ്ങനെ യാത്ര ചെയ്യാൻ. പക്ഷേ നടുവേദനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ അത് നല്ലതല്ല, പോകാതിരിക്കണതാണ് ബെറ്റർ. കാരണം ഞാൻ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഗോപ്രോ എല്ലാം തെറിച്ച് പോയി. അത്ര ആട്ടൂണ് വണ്ടി. പാറക്കല്ലുകളുടെ ഇടയിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സുഖമല്ല. എങ്കിലും നമ്മളത് ഇങ്ങനെ കാട്ടിലൊക്കെ പോകുമ്പോഴുള്ള രസം കൊണ്ട് നമ്മളത് എൻജോയ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ അനീത് എൻ്റെ കയ്യിൽ നിന്ന് ഗോപ്രോ മേടിച്ചിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ ഞങ്ങളുടെ വണ്ടി പോകുന്നതൊക്കെ കുറേ നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഡ്രൈവർ നമ്മളെ ടോപ്പിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. മനോഹരമായ നല്ല താഴ്വാരം കാണാം, മറയൂർ സിറ്റി കംപ്ലീറ്റ് കാണാൻ പറ്റി. അതുകൂടാതെ നല്ല ഭംഗിയുള്ള മലനിരകളുണ്ട്, ഭയങ്കര ഭംഗിയുള്ള ക്ലൗഡ്സ്, അതൊക്കെ ഞങ്ങളവിടെ കണ്ട് ഞങ്ങൾ വീണ്ടും മറയൂർക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. മറയൂർക്ക് പോകുന്ന വഴി ഞങ്ങൾ പിന്നെ നിർത്തിയത് അവിടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെറിയ സ്ഥലങ്ങളുണ്ട്, വലിയ ഫാക്ടറിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടായതുകൊണ്ടിട്ട് ഇത് കാണാവുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ അവിടെ നിറയെ കരിമ്പും തോട്ടം ഉള്ളതുകൊണ്ടിട്ട് അവിടെ നിന്ന് പറിച്ചെടുക്കുന്ന കരിമ്പാണ് ഇവിടെ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ കരിമ്പ് അതിലേക്ക് ഇടണതും അതിൽ ശർക്കര ഉണ്ടാക്കണതും തോന്നുന്ന ഒരു 10 അടിയോളം വരുന്ന വലിയൊരു ഉരുളിയിലാണ് ഈ സംഭവം വന്ന് വീഴണത്. എന്നിട്ട് അത് എത്രയോ സമയം കഴിയുമ്പോൾ അത് ഇളക്കാനായിട്ട് ഒരാളുണ്ട്. 1 മണിക്കൂർ ആകണം. അപ്പോൾ അത് ഡ്രൈ ആകണ സമയത്ത് ഇയാൾ വെച്ച് ഇളക്കി കൊടുക്കും. അങ്ങനെയാണ് ശർക്കര വരുന്നത്. അവിടെ 1.5 കിലോന് 100 രൂപക്ക് ഞങ്ങൾ വാങ്ങിയായിരുന്നു. അതുകൂടാതെ അവിടെ പ്യുവർ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. 20 രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കുടിക്കണ പോലെ അല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കളി ഷാപ്പിൽ പോയി കള്ള് കുടിക്കും. പക്ഷേ തെങ്ങിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കള്ള് തന്നെയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതേപോലെ ഞാൻ അത്രയും ടേസ്റ്റായിട്ടുള്ള കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടില്ല. അത് ഫ്രഷായിട്ട് പറിച്ചിട്ട് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ പോയത് ചന്ദനക്കാടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുണാകരൻ്റെ സമയത്താണ് അത് നട്ട് വളർത്തിയത്. അതിപ്പോൾ 2 വശത്തും വലിയ കമ്പിവേലികൾ കെട്ടിയിട്ട് അത് വളരെയധികം വലുതായിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഉണ്ട്. അത് കാണാനും വളരെ മനോഹരമാണ്. അതുകൂടാതെ അതിൻ്റെ അകത്തെല്ലാം നിറയെ മാൻകൂട്ടം ഉണ്ടായിരുന്നു. കാലത്താണെന്നുണ്ടെങ്കിൽ മാൻകൂട്ടം ആ റോഡിൻ്റെ അവിടെ കാണാൻ പറ്റും. വെയിൽ വരുമ്പോൾ അത് അകത്തേക്ക് പോകുന്നതാണ് മനസ്സിലായത്. അതുപോലെ തന്നെ കുറേ കുരങ്ങന്മാരെ കാണാൻ പറ്റിയായിരുന്നു. കുരങ്ങന്മാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കയ്യിലുള്ള കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഒരു രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. തലേ ദിവസം മൂന്നാറിൽ ആന ഇറങ്ങിയെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞായിരുന്നു. കാണാൻ പറ്റുമെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലേറ്റായിട്ട് പോയത്. മറയൂരിനും മൂന്നാറിനും ഇടയിൽ വെച്ചിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു 100-150 മീറ്ററിന് അപ്പുറത്തായിട്ട് ഒരു ആന ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണേ. വളരെ സമയമെടുത്ത് ഞാനൊക്കെ പോയിട്ട് നീ പോയാൽ മതി എന്ന് പറയണ പോലെ അങ്ങോട്ട് പോണേ. അപ്പോൾ ഞങ്ങളപ്പം തന്നെ വണ്ടി ചവിട്ടി നിർത്തി. എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇത്രയും നേരം ആനനെ കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആന വന്ന് മുമ്പിൽ പെട്ടുപോകുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പോകുന്ന വഴി നല്ല മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിർത്തിയത് ചായ ബസാർ എന്ന് പറഞ്ഞിട്ട് കണ്ണൻദേവൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് പ്രീമിയം തേയിലയൊക്കെ മേടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോകുന്നത്. 2:30-3 മണിയോളമായി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് മൂന്നാർ സിറ്റിയിൽ വന്ന്. ലഞ്ചിന് എല്ലാവരും മീൽസ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ നല്ല മീൽസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. 5 മിനിറ്റ് കൊണ്ട് മീൽസ് തീർന്നുപോയി. പിന്നെ ഞങ്ങൾ വൈറ്റ് റൈസ്, കേഡ് റൈസ്, ചിക്കൻ കറി, ബീഫ് ഫ്രൈ, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഒന്ന് കറങ്ങി ആ സിറ്റിയൊക്കെ കണ്ട്. അപ്പോൾ ജൂഡിന് കുറച്ച് ചോക്ലേറ്റ് മേടിക്കണമെന്നുണ്ടായിരുന്നു. ജൂഡ് ചോക്ലേറ്റ് മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ആ സിറ്റി ഒന്ന് റൗണ്ട് എടുത്തിട്ട് നേരെ ടാറ്റാ ടീയുടെ ഔട്ട്ലെറ്റിൽ വന്ന്
ജൂഡിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ ചായയൊക്കെ കുടിച്ച് ജൂഡ് കുറച്ച് കഴിയുമ്പോൾ വന്ന് വീണ്ടും ഞങ്ങൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ സിറ്റിയിൽ കൂടി പോകാണ്ട് വീണ്ടും ഗേപ്പ് റോഡിൽ കൂടി പോകണത് ഭയങ്കര രസമാണ്. ഗേപ്പ് റോഡിലുള്ള ആ സായാഹ്നത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ വിഷ്വൽസൊക്കെ എടുത്തതിന് ശേഷം കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അനീത് പറഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് ലേറ്റ് ആകുമ്പോൾ കാട്ടിൽ കൂടി പോവാം. അപ്പോൾ ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ ചെറിയ കാടിൻ്റെ അകത്തുകൂടിയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാട്ടുമ്പുറങ്ങളൊക്കെ കാണാൻ പറ്റി. അതുകൂടാതെ നല്ല വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റി. അത് കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കണേ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചേരം ഇറങ്ങി 8 മണിയോടുകൂടിയാണ് പെരുമ്പാവൂരെത്തിയത്. പെരുമ്പാവൂരെത്തിയപ്പോൾ അവിടെ പല അമ്പലങ്ങളിലും ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. 10 മണിയോടുകൂടിയാണ് എറണാകുളത്ത് എത്താൻ പറ്റിയത്. ലുലുവിൽ കയറിയിട്ടാണ് ഡിന്നർ കഴിച്ചത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫുഡ് പറഞ്ഞ് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഞങ്ങൾ പോയ യാത്രകളെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും ഭയങ്കര മനോഹരമായ 2 ദിവസമായിരുന്നു. പിന്നെ നല്ല സർവീസായിരുന്നു അവരുടെ ഹോട്ടലിൽ നിന്ന്. ഈ വളരെയധികം നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അവരെ കൂടി ഇരുന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു എനർജിയാണ്. ഇപ്പം ഞാൻ ഈ ജനുവരി ഫെബ്രുവരി ഇടയിൽ അടുപ്പിച്ച് 4 ടൂറാണ് പോയത്. അത് എനിക്ക് ഈ പ്രായത്തിൽ പോകാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഓരോരുത്തർക്ക് പോകുമ്പോൾ ഓരോരോ വൈബാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് വളരെയധികം മനോഹരമായിരുന്നു. നമ്മൾ ഈ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാം, കുറേ നല്ല കാഴ്ചകൾ കാണാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറേ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഈ അനുഭവങ്ങളാണ് ഈ യാത്രകൾ കൊണ്ടുള്ള നേട്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തരും പറ്റുമെങ്കിൽ യാത്ര ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ഗുഡ് ബൈ.